Hi friends, welcome back to my channel Vichooz kitchen. It's me Manju Jaykumar from Muscat. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റും അതുപോലെ പറമ്പിലൊക്കെ ധാരാളമായി ലഭിക്കുന്ന മുരിങ്ങയില കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. മുരിങ്ങയുടെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇതിൽ ധാരാളം കാൽഷ്യവും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും. പിന്നെ നമ്മുടെ ശരീരത്തിലെ BP, കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനും അതുപോലെ തന്നെ പാൽ കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ വളരെ നല്ലതാണ്. പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് പാലുണ്ടാവാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇത് നമ്മൾ സാധാരണ പരിപ്പിട്ട് നമ്മൾ മുരിങ്ങയില കറി വയ്ക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ ചേർക്കുന്ന മസാലയാണ് കുറച്ച് ഡിഫറെൻറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ നമ്മൾ ഈ കറിക്ക് പറയുന്ന പേര് മുരിങ്ങയില പൊരിച്ച കറി എന്നാണ്. ഇത് ചക്കക്കുരു ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മുരിങ്ങയില മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ബൗൾ നിറച്ച് മുരിങ്ങയില ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും അളവ് എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിനുള്ളിലുള്ള ഹാർഡ് സ്റ്റെമ്മൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇവിടെ ധാരാളം പൊടിയുള്ളതുകൊണ്ട് കഴുകിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സാധാരണ നമ്മൾ പഴയ ആൾക്കാരൊക്കെ ഒന്ന് തുടച്ചെടുക്കാറാണ് പതിവ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുരിങ്ങയിലയുടെ പൂവും കൂടി ചേർത്തിട്ടുണ്ട്. മുരിങ്ങപ്പൂവ് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഞാനിവിടെ സാമ്പാറിന് ഉപയോഗിക്കുന്ന തുമരപ്പരിപ്പ് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയിലാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്, അധികം വെള്ളമൊന്നും ഒഴിക്കാതെ. നമുക്ക് വേണമെങ്കിൽ മഞ്ഞപ്പരിപ്പോ അല്ലെങ്കിൽ മസൂർ ദാലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് കുരുമുളകാണ്. അതൊരു 1 ടീസ്പൂൺ മതിയാവും. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് നല്ല ജീരകമാണ്. നല്ല ജീരകം ഞാനിവിടെ 1 ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ്. അത് 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ വറ്റൽമുളകും ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ കുരുമുളകും കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം ഈ തേങ്ങയും ജീരകവും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങയും ജീരകവും പച്ചക്കാണ് അരയ്ക്കേണ്ടത്. ഈ അരപ്പിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നുപരിപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. തരിതരിപ്പായിട്ട് അരച്ചാൽ മതി, നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഉഴുന്നുപരിപ്പിൻ്റെയും വറ്റൽമുളകിൻ്റെയും കളർ നല്ല ബ്രൗൺ ആകുന്നിടം വരെ നമ്മളിത് വറുത്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പ്രത്യേകിച്ച് എണ്ണയൊന്നും അഡീഷണലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആ ചട്ടിയിലുള്ള എണ്ണയിൽ തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇലക്കറികളെല്ലാം ഒരുപാടങ്ങ് വേവിക്കാൻ പാടില്ല. ഒരു 1/4 വേവ് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇടയ്ക്ക് ഇത് വെള്ളം വറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും പിന്നെ നല്ല ജീരകം 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിതിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാടങ്ങ് അരയേണ്ട, നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം.
അപ്പോൾ ഈ രീതിയിൽ ഞാനിത് തരിതരിപ്പായിട്ട് കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇലക്കറികളൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വറ്റിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം തിളപ്പിക്കണം. അപ്പോൾ ആ ഇലക്കറികളുടെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ഇത് നല്ല കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒഴിച്ചേറി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം മിക്സിയുടെ ജാറ് തന്നെ കഴുകിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി, വേറെ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചക്കക്കുരുവും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ മുരിങ്ങയില മാത്രം ഇട്ടിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ മുരിങ്ങയില മാത്രമായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് അപ്ലോഡ് എന്ന് പറയുന്നത് കടലവടയായിരുന്നു. അതിന് വളരെ നല്ല അഭിപ്രായങ്ങളാണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ കിട്ടിയത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വറ്റൽമുളകും കടുകും ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉഴുന്നുപരിപ്പ് നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില പൊരിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പൊരിച്ച കറി എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും മുരിങ്ങയില ഇട്ട് പൊരിക്കുകയാണെന്ന്. അങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റിയാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കി കഴിക്കും. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഡിഫറെൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ഇതുപോലത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.